അർവ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു നോർമൽ പാൻറ് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ള വീഡിയോ ആണ്. അതിനുവേണ്ടി ഈ ക്ലോത്തിനെ രണ്ടായി മടക്കുക. എന്നിട്ട് ഇത് യൂണിഫോമിൻ്റെ തുണിയാണ്, അതുകൊണ്ട് ഇതിങ്ങനെ നീളത്തിൽ കിട്ടൂല. അപ്പം ഇങ്ങനെ വീതിയിലൊരു മടക്കും കൂടെ ഇങ്ങനെ മടക്കുക. അപ്പം ഇതിങ്ങനെ നാലാക്കി മടക്കി ഉണ്ടോ, രണ്ട് ഇത് രണ്ട് 4 പീസായി കിട്ടി. ഇനി ഇതിൻ്റെ ലെങ്ത്ത് 36 36 കൂടെ 4 കൂട്ടിയാൽ 40 ഇഞ്ച് കിട്ടും. അപ്പം അങ്ങനെ 40 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുക. ഉണ്ടോ 40. ഇനി നമ്മൾ അരവണ്ണം 30 ഇഞ്ചാണ് അരവണ്ണം ഉള്ളത്. അപ്പോൾ അരവണ്ണത്ത് കൂടെ നമ്മളെപ്പോഴും 10 ഇഞ്ച് കൂട്ടണം. അപ്പോൾ 30 കൂടെ 10 ഇഞ്ച് കൂട്ടിയാൽ 40 ഇഞ്ച്. ആ 40നെ 4 ഭാഗമാക്കണം. ആ 40നെ 4 ഭാഗമാക്കിയാൽ 10 ഇഞ്ച് കിട്ടും. അപ്പോൾ ആ 10 ഇഞ്ച് കൂടെ ഒരു അര ഇഞ്ച് കൂട്ടിയിട്ട് ഇവിടെ 10.5 ഇഞ്ച് എടുത്തു. ഉണ്ടോ 10.5. ഇനി ക്രോച്ച് ഏരിയ ലെങ്ത്ത് എത്രയാണോ അത് കൂടെ 5 ഇഞ്ച് കൂട്ടിയിട്ട് അതിനെ 3 കൊണ്ട് അരിക്കുക. അതായത് 3 ഭാഗമാക്കുക. അപ്പോൾ കിട്ടുന്ന അളവാണ് ഇവിടെ അടയാളപ്പെടുത്തേണ്ടത്. 4 ഇഞ്ച് ഇവിടെ എടുത്തു. ഇനി മുകളിൽ ഈ എടുത്ത അളവുണ്ടല്ലോ 10.5, അത് ഇവിടെ ഉണ്ടോ നോക്കുക. ഉണ്ടോ 10.5 അവിടെ അടയാളം. ഇനി ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 2.5 ഇഞ്ച്. ഇതിപ്പോൾ 2 ഇഞ്ചുള്ളൂ. അപ്പോൾ 2 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി. ഉണ്ടോ ഈ 2 ഇഞ്ചിക്ക് ഇങ്ങനെ ഷേപ്പ് കൊടുക്കുക. അടി ലൂസ് 7 ഇഞ്ചാണ് വേണ്ടത്. 7 ഇഞ്ച് ഇവിടെ ഒരു ഇഞ്ച് 1.5 ഇഞ്ച് എത്രയാണോ വേണ്ടത് ആ തുമ്പിടുക. അത് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു 1 ഇഞ്ച് തുമ്പിട്ടിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ മടക്കി തയ്ക്കാനുള്ള ഭാഗമാണ്. ഉണ്ടോ ഇത്ര നമുക്ക് മടക്കി തയ്ക്കണം. ഇവിടുന്ന് ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിൽ വന്ന് ഇങ്ങോട്ട് ചെരിച്ചൊരു വരക്കും കൊടുക്കുക. ഇങ്ങനെ ചെരിച്ച് എന്നിട്ട് ഇതുമെന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരക്കുക. ഇങ്ങോട്ട് ചരിച്ച് വരക്കണത് വരച്ചു കൊടുക്കുക. ഇതിൽ കൂടെയാണ് കട്ട് ചെയ്യേണ്ടത്. എന്നാലും നമ്മൾ മടക്കി വരുമ്പോൾ ഇത് ഇവിടെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇത് നേരെ ഇങ്ങനെ കട്ട് ചെയ്താൽ ഇത് മടക്കുമ്പോൾ ഈ ഭാഗത്തേക്കാണ് ഇതിൻ്റെ തുമ്പ് വരും. അപ്പോൾ ഇവിടെ തുണി തികയാതെ വരും. അതിനാണ് ഇങ്ങനെ ചരിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് കട്ട് ചെയ്യുക. ഇങ്ങനെയാണ് കട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് പൂർത്തിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.